ഇറാനിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. ഫോർഡോ ആണവ നിലയത്തിന് നേർക്ക് വീണ്ടും ഇസ്രയേലിൽ ആക്രമണമുണ്ടായി. ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ IRIBയുടെ സ്റ്റുഡിയോയും ആക്രമിച്ചു. ടെഹ്റാനിലെ എവിൻ ജയിലിലും ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സായ്കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സായ്കുമാർ, വീണ്ടും ഇറാനിലേക്ക് വലിയ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു ഇസ്രയേലിൽ നിന്നുള്ള വിവരങ്ങളാണോ ഇപ്പോൾ വരുന്നത്? തീർച്ചയായും സ്മൃതി, വലിയ ആക്രമണം ഇരുപക്ഷത്തു നിന്നും ഇപ്പോൾ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തുവരുന്നത് ഫോർഡോ ആണവ നിലയത്തിലേക്ക് ഇസ്രയേൽ കൂടി ആക്രമണം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്ക അവിടെ ആക്രമണം നടത്തുകയും വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പുതിയ മിസൈലുകൾ കൂടി ഈ ആണവ നിലയത്തിലേക്ക് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്നത്. ഫോർഡോ ആണവ നിലയത്തിലേക്ക് മാത്രമല്ല, ഇറാന്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററായ IRIBയുടെ സാങ്കേതിക കെട്ടിടത്തിലേക്ക് കൂടി ഇപ്പോൾ ആക്രമണം നടന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അവിടെ സ്ഫോടനം നടന്നതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു 9-ഡേ ഫെസിലിറ്റി എന്നാണ് ആ കെട്ടിടം അറിയപ്പെടുന്നത്. അവിടെ ദേശീയ TV ചാനലുകൾ, അതോടൊപ്പം വിദ്യാഭ്യാസ ഖുർആൻ പരിപാടികളൊക്കെ കൈകാര്യം ചെയ്യുന്ന ചാനലുകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ്. ഏകദേശം 9 റേഡിയോ നെറ്റ്വർക്കും അവിടെയുണ്ട്. ആ കെട്ടിടത്തിലേക്കാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത്. അവിടെ നിന്ന് പരിഭ്രാന്തരായ ആളുകൾ ഓടുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എത്രമാത്രം വലിയ നാശനഷ്ടം അവിടെ ഉണ്ടായെന്ന് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തതയില്ല. അതോടൊപ്പം ഇറാനിലെ എവിൻ ജയിൽ എന്ന് പറയുന്നത് സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അവിടെ തടവിലാക്കിയ ആളുകൾ എന്നുള്ളതാണ് പ്രധാനമായും അറിയപ്പെടുന്നത്. എവിൻ ജയിലിന് സമീപവും ഇപ്പോൾ ഇസ്രയേലിൻ്റെ ആക്രമണം നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ അവിടെ വലിയ കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി പുറത്തുവരുന്ന വിവരം. തടവുകാരെല്ലാവരും സുരക്ഷിതരാണ് എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിലായി ഇപ്പോൾ ആക്രമണം ഒരേ സമയം നടത്തുകയാണ് ഇസ്രയേൽ. ഇറാനും അതേപോലെ തന്നെ നേരത്തെ ഇസ്രയേലിലേക്ക് മിസൈലുകൾ അയച്ചു. ഇസ്രയേലിലും സുരക്ഷാ സൈറണുകൾ പലതവണ ഇന്ന് മുഴങ്ങിയിരുന്നു. ഒരറിയിപ്പുണ്ടാകുന്നത് വരെ ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് അവിടെയുള്ള ആളുകൾക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഇറാൻ നേതാക്കളുടെയും സൈനിക വക്താക്കളുടെയും ഒക്കെ പ്രതികരണം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നത് അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി തങ്ങൾ നൽകും എന്നുള്ളതാണ്. അതോടൊപ്പം തങ്ങളുടെ രാജ്യത്തെ ഭരണമാറ്റത്തെക്കുറിച്ച് പറയാൻ ഒരു വിദേശ ശക്തിക്കും അനുവാദമില്ല. തങ്ങളോട് ആണവ പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ അതാവശ്യപ്പെടാനും ആർക്കും അധികാരമില്ല. അതുമായി മുന്നോട്ട് പോകും എന്ന ഒരു വലിയ വെല്ലുവിളി കൂടി അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. സ്മൃതി, എന്തായാലും അത്യന്തം ആശങ്കാജനകം തന്നെയാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ശരി, ഫോർഡോ ആണവ നിലയത്തിന് നേർക്ക് വീണ്ടും ആക്രമണം എന്നുള്ളതാണ്. അതോടൊപ്പം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാനിയൻ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയുടെ കെട്ടിടം തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. 2 തവണയാണ് ഇപ്പോൾ ഫോർഡോയിലേക്ക് ആക്രമണം നടക്കുന്നത്. IRIB ചാനൽ സ്റ്റുഡിയോ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സായ്കുമാർ, അന്ന് ഒരു ആക്രമണം നടക്കുന്നു, ഒരു ആങ്കർ ഇറങ്ങി പോകുന്ന അടക്കമുള്ള നമ്മൾ കണ്ടാണല്ലോ. അതേ കെട്ടിടത്തിലേക്കാണോ വീണ്ടും ആക്രമണം ഉണ്ടായിട്ട്? അന്ന് തന്നെ കെട്ടിടത്തിന്റെ പകുതിയും തകർന്നിരുന്നു. ആ കെട്ടിടമല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇവരുടെ ഒരു ഗ്രൂപ്പ്, ഒരു ബ്രോഡ്കാസ്റ്റ് കമ്പനിയാണ് IRIB എന്ന് പറയുന്നത്. അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ചാനലുകളാണ് അവിടെ ഉള്ളത്. റേഡിയോ ചാനലുകളുണ്ട്, വെബ്സൈറ്റുകളുണ്ട്, അങ്ങനെ വിവിധങ്ങളായി പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്. അതിൻ്റെ സാങ്കേതിക കെട്ടിടം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അവരുടെ പ്രധാനപ്പെട്ട സാങ്കേതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കെട്ടിടമാണ്. അവിടെ നിരവധി സ്റ്റാഫുകളുള്ള ഒരു കെട്ടിടമാണ്. അവിടെയാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ്. വലിയ കെട്ടിടത്തിൽ നിന്ന് വലിയ രീതിയിൽ പുക ഇപ്പോൾ ഉയരുന്നുണ്ട്. അവിടെ ജീവനക്കാർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. അന്ന് IRIBയുടെ ചാനൽ സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിസൈൽ വന്ന് പതിക്കുന്നതും നിരവധി പേർക്ക് പരിക്കേൽക്കുന്നതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇപ്പോൾ എന്തായാലും കെട്ടിടത്തിൽ നിന്ന് വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട്. ആളുകൾ പരിഭ്രാന്തരായി ചുറ്റുപാടും ഓടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എത്രമാത്രം വലിയ നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ചിപ്പോൾ വ്യക്തതയില്ല. എന്തായാലും കൂടുതൽ രാജ്യങ്ങളിലേക്ക് പിന്തുണ നേടാൻ ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. റഷ്യയിലേക്ക് ഇന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പോവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകും എന്നുള്ള അവരുടെ പരമോന്നത നേതാവിൻ്റെ പ്രതികരണം കൂടി അല്പം മുമ്പ് പുറത്തു വന്നിരുന്നു. അങ്ങനെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറയുമ്പോൾ ഇപ്പോൾ ആക്രമണം കടുപ്പിക്കുന്നത് ഇസ്രയേലാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സ്മൃതി. ശരി, സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.